പെൻസിൽ ഇത് കറക്റ്റായിട്ട് വന്നത് ഉണ്ടോ പെൻസിൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളുണ്ടല്ലോ അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്താണ് സംഭവം എന്നറിയോ? നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ നമ്മൾ സ്ലേറ്റിൽ ഒരുപാട് എഴുതി പഠിച്ച ആൾക്കാരാണല്ലോ. ഈ സ്ലേറ്റിൽ എഴുതുന്ന കല്ല് പെൻസിലുണ്ടല്ലോ, പെൻസിൽ എങ്ങനെയാണ് നിർമ്മിച്ചെടുക്കുന്നത് എന്നൊരു വീഡിയോ ആണ് നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മളിന്ന് എത്തിയിരിക്കുന്നത് എവിടെയാണെന്നറിയാം? ആന്ധ്രാപ്രദേശിലും മാർക്കാപ്പൂരിലാണ് കേട്ടോ ഈ കാഴ്ചകളെല്ലാം കാണാനായിട്ട് എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു മൈനിലാണിത് ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നമ്മൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ടോ ഇവര് ഒരുതരം ചെളി പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാറയല്ല, തനി പാറയല്ല. അപ്പോൾ ഈ ഒരു ചെളി കട്ട പിടിച്ച് രൂപാന്തരപ്പെട്ട് വന്ന ഒരു സാധനമാണ് കേട്ടോ. അതാണ് ഇവർ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇനി അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമ്മൾ നേരെ ഇതേ ഈ മൈനിൻ്റെ അകത്തേക്ക് പോവുകയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി. അങ്ങനെ മൈനിലേക്ക് ഇറങ്ങുവാണ് കേട്ടോ. ഇവർ ഇറങ്ങി വരുന്ന ഒരു വഴിയാണ്. അപ്പോൾ ഈ വഴി കൂടെ നമ്മൾ താഴേക്ക് പതുക്കെ ഇറങ്ങി പോവുകയാണ്. അത് ഫുള്ള് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചേട്ടന്മാരൊക്കെ ഇതേ വർക്ക് തുടങ്ങി കേട്ടോ. ഇതുണ്ടോ, ഇതുപോലെയുള്ള ഒരു തരം പാറയാണ്. നമുക്ക് കുത്തിക്കഴിഞ്ഞാൽ പൊട്ടി പോകുന്ന ഒരു തരം പാറയാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ തന്നെ ടച്ച് ചെയ്യുമ്പോൾ ഇതുണ്ടോ പൊട്ടിപ്പൊളിഞ്ഞു പോകും. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടെയാണ് ഇവർ ഇതിൻ്റെ അകത്തുനിന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവരുടെ പണികളൊക്കെ തുടങ്ങി കേട്ടോ. അതിരാവിലെ ഇവർ വന്നതാണ്, ഇവരുടെ പണികളൊക്കെ തുടങ്ങി. കല്ല് പെൻസിലിന് ആവശ്യമായ കല്ലുകളാണ് കേട്ടോ ഈ കുത്തി ഇളക്കി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കല്ലുകളെ ഇനി ക്രെയിനിൽ ഈ മൈനിൻ്റെ മുകളിലേക്ക് ലോഡ് ചെയ്ത് കയറ്റും. അതിനുശേഷം കമ്പനികളിലാണ് അടുത്ത വർക്കുകളെല്ലാം നടക്കുന്നത്. അപ്പം ഇവിടുന്ന് ഒരു വണ്ടിയിൽ ലോഡ് ചെയ്ത് നേരെ കമ്പനിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിട്ടാണ് ഇതിൻ്റെ ബാക്കി പണികളെല്ലാം നമ്മൾ കാണാനായിട്ട് പോകുന്നത്.
ഇതേ കല്ല് പെൻസിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മൈനിൽ നിന്ന് ലോഡ് ചെയ്തിട്ട കല്ലുകൾ ഫുള്ള് ഇതേ കണ്ടോ കിടക്കുന്നത് നോക്കിയേ. ഇനിയിപ്പോൾ ഇതിനെ കട്ട് ചെയ്തെടുക്കുന്ന പണികളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. മൈനിൽ നിന്ന് കൊണ്ടുവന്ന ഇതുപോലുള്ള കല്ലുകൾ ഇത് ഈ ഒരു മെഷീനിൽ ഇതുപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുന്ന പണികളാണിത് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. കനം കുറച്ച് കട്ട് ചെയ്തെടുത്ത കല്ലിൻ്റെ പീസിനെ നമ്മളിത് വെയിലത്ത് കൊണ്ടിട്ട് നല്ലതുപോലെ ഉണങ്ങിയെടുക്കണം. ഉണങ്ങിയെടുത്തതിന് ശേഷം വീണ്ടും ഇത് ഫൈനൽ കല്ല് പെൻസിലിൻ്റെ കട്ടിങ് ആണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ ഒരു മെഷീനിലാണ് കേട്ടോ പെൻസിലിൻ്റെ കട്ടിങ് എല്ലാം നടക്കുന്നത്. അപ്പോൾ പല രീതിയിലുള്ള കട്ടിങ്ങിന് പല ബ്ലേഡുകൾ ഇതിൽ മാറിക്കൊടുക്കും. ഇപ്പോൾ കല്ല് പെൻസിൽ കട്ട് ചെയ്യാനായിട്ടുള്ള ബ്ലേഡാണ് ഇതിൽ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ വരവരയായിട്ട് ഇതുണ്ടോ കറക്റ്റ് കല്ല് പെൻസിലിൻ്റെ ആകൃതിയിൽ കറക്റ്റ് വര വീണത് കണ്ടോ. കട്ടിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പെൻസിലിന് ഇതേ കറക്റ്റായിട്ട് ഒരു വര വീണു. നല്ല കറക്റ്റായിട്ട് പെൻസിലിൻ്റെ നമ്മൾ എഴുതുന്ന പെൻസിലിൻ്റെ കറക്റ്റായിട്ടുള്ള ആകൃതിയിൽ ഇതേ വര വീണു. ഇനിയിപ്പോൾ ഇതിനെ ഒടിച്ചെടുക്കുന്നത് ഓരോ സെക്ഷനിൽ ഓരോ ആൾക്കാരാണ് കേട്ടോ. പാക്കിങ് വേറെ, അതുപോലെ തന്നെ ഇത് ഒടിച്ചെടുക്കുന്നത് എല്ലാം വേറെ വേറെ ആൾക്കാരാണ്. അപ്പോൾ ഈ ബ്ലേഡ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇതുണ്ടോ, ഈ ബ്ലേഡ് വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തിക്കിയാൽ മതി. ഇതുണ്ടോ പെൻസിൽ ഇത് കറക്റ്റായിട്ട് വന്നു. ഇതുണ്ടോ പെൻസിൽ ഇതിനെ കറക്റ്റായിട്ട് ഒടിച്ചെടുത്തതിന് ശേഷം പാക്കിങ് ഇതുപോലെയുള്ള കവറുകളിലേക്ക് പാക്ക് ചെയ്യാനായിട്ട് പോകുന്ന കാഴ്ചകളാണ് നമ്മൾ അടുത്തത് കാണാനായിട്ട് പോകുന്നത്.
ഓരോ നാടുകളിൽ ഓരോ ബ്രാൻഡുകളിലായിരിക്കും കേട്ടോ പെൻസിൽ ഇത് പാക്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത് പെൻസിൽ കട്ട് ചെയ്ത് പാക്ക് ചെയ്യുന്ന കാഴ്ചകളാണ് ഇത് കാണുന്നത് കേട്ടോ. ഫൈനലി നമ്മുടെ കല്ല് പെൻസിലുകൾ ഇത് പാക്ക് ചെയ്തത് റെഡിയായി. ഇനി ഇതിനെ ചെറിയ ചെറിയ ഓരോ കെട്ടുകളാക്കി പാക്ക് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഫൈനലി ഇത് നമ്മുടെ പെൻസില് ഫുള്ള് റെഡിയായി കേട്ടോ. ഇതുപോലെയുള്ള പാക്കറ്റിലാണ് ഇതുണ്ടോ, 25 പാക്കറ്റാണ്. 25 പാക്കറ്റിലാണ് നമ്മുടെ ചെറിയ ഓരോ പാക്കറ്റുകൾ. ഇതുപോലെയുള്ള 25 പാക്കറ്റാണ് ഇത് ഈ ഒരു ചെറിയൊരു പെട്ടിക്കകത്ത്. ഇതുണ്ടോ, ഇത് പാക്കറ്റിലുള്ള പെൻസിലാണ് കേട്ടോ. അപ്പം ഈ പെൻസിലിൻ്റെ പുറകിലുള്ള കഷ്ടപ്പാട് എത്രമാത്രമാണെന്ന് നോക്കി. ഇവിടെ കമ്പനിയിൽ എത്തിക്കഴിയുമ്പോൾ ഇത്രയും വലിയൊരു വർക്കില്ല. പക്ഷേ ഇതിൻ്റെ മൈനിലെ വർക്ക് ശരിക്കും കഷ്ടപ്പാടാണ്. അവിടെ ഒരുപാട് പ്രായമായ ആൾക്കാരാണ് നിന്നത് കട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അവിടെ ശരിക്കും അപകടകരമായൊരു അന്തരീക്ഷമാണ്. ഈ ഒരു വീഡിയോ ഷൂട്ടിംഗ് എല്ലാം റെഡിയാക്കി തന്നത് നമ്മുടെ സായി ബാലാജി എന്ന് പറഞ്ഞ ഈ കമ്പനിയാണ് കേട്ടോ. ഈ കമ്പനിയിലെ നമ്മുടെ ടീം അംഗങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവരുടെ കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളിത് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പെൻസിൽ നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമ്മളിത് വീണ്ടും എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.